ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി ഡാബ സ്റ്റൈല് കറിയാണ്, പിണ്ടി മസാല. നമ്മുടെ വെണ്ടക്ക തന്നെ എൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെണ്ടക്ക ഇതുപോലെ അരിഞ്ഞത്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഗരം മസാല. ഇത് തക്കാളി വേവിച്ച് അതിൻ്റെ തൊലി മാറ്റിയിട്ട് അരച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ വെണ്ടക്ക ആദ്യം വറുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ വറുക്കാനുള്ള എണ്ണ. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് അതിൻ്റെ ആദ്യം ഇത് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയേണ്ടതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്: ഇഞ്ചി, വെളുത്തുള്ളി, സവാള. ഇനി നമ്മൾ പ്രിപ്പറേഷനിലോട്ട് കിടക്കാൻ പോവുക. ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ആ വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കണം. വെണ്ടക്ക എണ്ണയിലിട്ട് വറുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് അങ്ങ് മൊരിയണമെന്നൊന്നുമില്ല, ഇതൊന്ന് വെന്ത് കിട്ടിയാണ്. വെന്തിട്ടുണ്ടല്ല, എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരാം. വേറൊരു കടായി അടുപ്പത്ത് വെക്കുക. നേരത്തെ എടുത്ത എണ്ണ തന്നെ കുറച്ച് ഇതിലോട്ട് ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം നമ്മൾ സിമ്മിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് സവാളയും കൂടി ഇടുക. കുറച്ച് ജീരകം, ചെറിയ ജീരകം, അതും കൂടി ഇടുക. കുറച്ച് ഉപ്പും കൂടെ ഇടുക. നമ്മുടെ സവാള ഒരുമാതിരി ബ്രൗൺ കളറൊക്കെ, ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ അടികട്ടി ഉള്ള പാത്രം ആയതുകൊണ്ട് ഈ പൊടികളെല്ലാം ആ പച്ചപ്പൊക്കെ മാറിക്കോളും. എല്ലാ പൊടിയും കൂടി ഒരു 2 മിനിറ്റ് തീ ഇല്ലാതെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്ന തക്കാളി ശരിക്കും വെന്ത തക്കാളി വേവിച്ച് തൊലി കളഞ്ഞിട്ട് അരച്ചെടുത്തിരിക്കും. അതിൻ്റെ പച്ചപ്പൊക്കെ മാറി. ഇനി ഇതിലോട്ട് തീ കത്തിക്കണം. തീ കത്തിച്ചിട്ട് തക്കാളി വേവിച്ചത് അരച്ച് വെച്ചിരിക്കുന്ന ഇടുക. തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ഇടുക. അപ്പോൾ നമ്മളെ പഞ്ചാബി ഡാബ സ്റ്റൈല് ബഡി മസാലയുടെ അവസാനത്തെ സ്റ്റെപ്പ് ആയിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് വെണ്ടക്കായ ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുന്നതല്ലായിരിക്കും. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നമ്മളിതിലോട്ട് വെണ്ടക്ക ഇടാൻ പോകുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഈ നമ്മളിവിടെ തട്ടുകട പോലെ ഡാബ എന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ മിക്കവാറും കടകളിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.